അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. റമദാനിലെ അല്ലാത്ത കാലത്തും ആരാധനകൾ കുറ്റമറ്റതായിരിക്കണം. ആരാധനകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചിട്ടുള്ളത് അതുപോലെയാണ് നിസ്കരിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആരാധനകളുടെ അന്തസത്ത നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ നമ്മുടെ നിസ്കാരങ്ങളോ മറ്റു ഇബാദത്തുകളോ ഉണ്ടാകരുത്. ഏതൊരു ആരാധനയും നമ്മൾ നിർവഹിക്കേണ്ടത് അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ ഏതൊരു ആരാധന ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ആരാധനകൾ അഖിലവും നീ അള്ളാഹുവിനെ കാണുന്നുവെന്ന ചിന്തയോടുകൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. നീ അള്ളാഹുവിനെ കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നീ കാണുന്നവനെ പോലെ നിർവഹിക്കണം. കാരണം ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, സദാസമയവും അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആരും അറിയാതെ രാത്രിയിൽ നടക്കാറുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്നതാ ഒരു ശബ്ദം കേൾക്കുന്നു. ചെവിയോർത്തു നോക്കിയപ്പോൾ ഒരു ഉമ്മയും മകളുമാണ്. ഉമ്മ പറഞ്ഞു, പാലിലൽപ്പം വെള്ളം ചേർക്കു മകളെ. അപ്പോൾ മകൾ വെള്ളം ചേർക്കാൻ കൂട്ടാക്കിയില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് ഇത് അറിയുകയില്ലല്ലോ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ മകൾ തിരിച്ചു മറുപടി നൽകിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ലെങ്കിലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തേടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ ആദ്യമായി മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കണം. മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ചാൽ മാത്രമേ റബ്ബിൻ്റെ തൃപ്തി ലഭിക്കുകയുള്ളൂ, റബ്ബിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയുകയുള്ളൂ. റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തി മാത്രം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 3 കാര്യം ഒരുമിച്ച് ജോഡിയായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടത് റബ്ബിന്റെ തൃപ്തി. റബ്ബിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കണം. മാതാപിതാക്കളോട് നാം വളരെ മാന്യമായും സൗമ്യമായും പെരുമാറണം. തന്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്ത വ്യക്തി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടമ വീട്ടിയോ? ഉമ്മയോടുള്ള കടമ വീട്ടിയിട്ടില്ല. ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്തുള്ള വേദനയുടെ ഒരു വേദനയ്ക്ക് തുല്യം പോലും ആയിട്ടില്ല എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത്. മാതാപിതാക്കളോടുള്ള കടമ ഖുർആനിൽ അള്ളാഹുവിന് ആരാധന അർപ്പിക്കണമെന്ന് പറയുന്നിടത്ത് അള്ളാഹുവിന്